പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോ വിജയൻ്റെ മകൾ വീണയുടെ ഭർത്താവും CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയും ഇപ്പോൾ MLA-യുമായിട്ടുള്ള മുഹമ്മദ് റിയാസിനോടുള്ള ഒരു അഭ്യർത്ഥനയാണ്. എനിക്ക് ശ്രീമാൻ മുഹമ്മദ് റിയാസിനോട് സൂചിപ്പിക്കാനുള്ളത്, വളരെ വിനയത്തോടുകൂടി സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ ഭാര്യയായിട്ടുള്ള വീണ അവരൊരു ദുരന്ത കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ, അവർ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി നേരിടുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഭാര്യയോട് ഇങ്ങനെ പെരുമാറിയത് ശരിയായില്ല എന്നാണ് എനിക്ക് മുഹമ്മദ് റിയാസിനോട് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളുടെ ഭാര്യ വീണ ഈ കടുത്ത പ്രതിസന്ധി നേരിട്ടപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവരോട് പെരുമാറിയത് എന്ന് നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. മെയ് 27 മുതൽ റിയാസ്, നിങ്ങളുടെ ഭാര്യ വീണ നേരിടുന്ന ദുരിതം നിങ്ങൾ കാണുന്നില്ലേ ഭർത്താവ് എന്നുള്ള നിലയിൽ? അതിൽ വീണ എന്ന് പറയുന്ന ആ വനിത തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെറ്റ് ചെയ്തു എന്നൊന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ ഭാര്യയോട് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളില്ലേ മുഹമ്മദ് റിയാസ്? ഭാര്യയ്ക്ക് പ്രതിസന്ധി വരുമ്പോൾ ഭർത്താവ് ഭാര്യയുടെ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്? നിങ്ങൾ പ്രത്യേകിച്ചും അത് ചെയ്യേണ്ട ഒരാളായിരുന്നില്ലേ? എന്താ കാരണം? നിങ്ങൾ ആരായിരുന്നു? നിങ്ങളൊരു സാധാരണ CPM-കാരനായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ബിലോ ആവറേജ് CPM-കാരനായിരുന്നു. കോഴിക്കോടുള്ള ഒരു DYFI-കാരനും ഒരു സാധാരണ CPM-കാരനും. നിങ്ങൾ ഈ സ്ഥാനത്തെത്തിയത് എങ്ങനെയാണ് മിസ്റ്റർ റിയാസ്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങളെപ്പോലെ എത്രയോ ലക്ഷക്കണക്കിന് പാർട്ടി അംഗങ്ങളുണ്ട് CPM-നകത്ത്. നിങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾക്കുണ്ടായിട്ടുള്ള വളർച്ച നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ 2009 കോഴിക്കോട് ലോക്സഭയിൽ നിന്ന് മത്സരിപ്പിച്ചു, തോറ്റു തുന്നമ്പാടി. അതിനുശേഷം നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം വിജയൻ്റെ മകൾ വീണയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചതിനെ തുടർന്ന് നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായത് മീറ്റിയോറിക് റൈസ് അല്ലേ മിസ്റ്റർ റിയാസ്? നിങ്ങളാലൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വിജയൻ്റെ മകളെ വിവാഹം കഴിച്ചതോടുകൂടി ബേപ്പൂരിൽ നിങ്ങൾ മത്സരിച്ചു, ജയിച്ചു. നിങ്ങൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നു, നിങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വന്നു. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പൊതുമരാമത്ത് പിന്നെ ടൂറിസം വകുപ്പ് നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ CPM-ൻ്റെ സമുന്നത നേതാവായി കുറേ വർഷങ്ങൾക്കുള്ളിൽ വന്നെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് മിസ്റ്റർ മുഹമ്മദ് റിയാസ്? എന്താണ്? നിങ്ങൾ ചിന്തിക്കുക. വിജയൻ്റെ മകളെ നിങ്ങൾ വിവാഹം കഴിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അത് മാത്രമല്ലേ നിങ്ങളുടെ മേൽവിലാസം. അല്ലാതെ നിങ്ങൾക്ക് എന്താണ് മേൽവിലാസം? CPM-നകത്ത് ഒരു മേൽവിലാസവുമില്ല. നിങ്ങളുടെ ഭാര്യ വീണ ഈ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഭർത്താവ് എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു ഭാര്യ എന്നുള്ള നിലയിൽ അവർക്ക് ധൈര്യം പകർന്നു കൊടുത്തിട്ടുണ്ടോ? അവരോടൊപ്പം നിന്നിട്ടുണ്ടോ? ഈ പ്രതിസന്ധി മറികടക്കാൻ അവരെ സഹായിച്ചിട്ടുണ്ടോ മിസ്റ്റർ മുഹമ്മദ് റിയാസ്? ഉണ്ടോ? എനിക്കറിയില്ല. ഇല്ല എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് നിരീക്ഷിക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നു. മെയ് 27-ാം തീയതി നിങ്ങളുടെ ഭാര്യയുടെ വീട്ടിൽ റെയ്ഡ് നടന്നു. നിങ്ങൾ അന്നേരം എവിടെയായിരുന്നു? നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ വീണ വിവാഹം കഴിച്ചതിന് ശേഷം മന്ത്രിയായിരുന്നപ്പോൾ പോലും നിങ്ങളുടെ അമ്മായിയച്ഛൻ്റെ വീട്ടിലാണ്, ക്ലിഫ് ഹൗസിലാണ് നിങ്ങൾ താമസിച്ചിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ ആ ആനുകൂല്യങ്ങളെല്ലാം നേടിയ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു ദുരിതകാലം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണോ? എനിക്കറിയില്ല. എനിക്ക് സംശയമുണ്ട് അക്കാര്യത്തിൽ. കാരണം നിങ്ങൾ ആ റെയ്ഡ് നടക്കുന്ന സമയത്ത് അവിടെ ഇല്ല. നിങ്ങൾ കോഴിക്കോട് എവിടെയോ ഗസ്റ്റ് ഹൗസിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ ഭാര്യ ഇതുപോലുള്ള ദുരിതം അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് അനുകൂലമായിട്ടൊന്നും നിങ്ങൾ പുറത്തു വന്ന് പറഞ്ഞിട്ടില്ല. അവർ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അവരെ പ്രതിരോധിച്ചില്ല? നിങ്ങൾ എന്തുകൊണ്ട് അവർക്ക് അനുകൂലമായി പുറത്തു വന്ന് എന്തെങ്കിലും സംസാരിച്ചില്ല? അത് കാണുമ്പോൾ ഞങ്ങൾ പൊതുപ്രവർത്തകർക്ക്, ജനങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾ ഈ ദുരിതകാലത്ത് നിങ്ങളുടെ ഭാര്യയുടെ കൂടെ ഉണ്ടോ? നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ? അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്നുണ്ടോ? അവർക്ക് ആത്മധൈര്യം ആയിട്ട് അവരോടൊപ്പം നിങ്ങൾ നിൽക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഞങ്ങൾക്കുള്ളത്. അതിനിടയിൽ നിങ്ങളുടെ വിവാഹ വാർഷികത്തിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. എന്നുള്ളത് അത് മാത്രം മതിയോ? നിങ്ങൾ അവരോട് കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾ കാണിക്കുന്നുണ്ടോ? അത് കാണിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ മിസ്റ്റർ റിയാസ്? കാരണം ഇത്രയും ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ സാഹചര്യത്തിൽ
അവരോടൊപ്പം നിൽക്കാനുള്ള ഒരു ബാധ്യത നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ? അത് നിങ്ങൾ നിർവഹിച്ചതായി ജനങ്ങൾക്ക് തോന്നുന്നില്ല. മറിച്ച് നിങ്ങളുടെ ഭാര്യയ്ക്ക് ദുരിതവും പ്രതിസന്ധിയും വന്നപ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് അകന്നു നിൽക്കാനാണോ ശ്രമിച്ചത് എന്നുള്ള സംശയമാണ് ജനങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, 2020 കോടിയേരി ബാലകൃഷ്ണ വീട്ടിൽ ഒരു റെയ്ഡ് നടന്നു. ആ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോൾ കുടുംബാംഗങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഒരുമിച്ചാണ് അതിനെ നേരിട്ടത്. ഒറ്റക്കെട്ടായിട്ടാണ് അവർ നേരിട്ടത്. എന്നാൽ ഇവിടെ വീണ ഇതെല്ലാം ഒറ്റയ്ക്ക് നേരിടുന്നത് പോലെയാണ് ജനങ്ങളായിട്ടുള്ള ഞങ്ങൾക്ക് തോന്നുന്നത്. വീണയുടെ സഹായിയായി വീണയുടെ അച്ഛൻ മാത്രമാണ് അവിടെ ഉള്ളത് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇത്രയും സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കി തന്നത് വീണയുടെ അച്ഛൻ ഒറ്റയാൾ കാരണമല്ല. വീണയുടെ അച്ഛനോട് നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ സുഹൃത്തെ? ഇല്ലേ? നിങ്ങളത് നിർവഹിച്ചിട്ടുണ്ടോ? അത് നിർവഹിച്ചിട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അവസാനം എന്താ സംഭവിച്ചത്? ചോദ്യം ചെയ്യലിന് നിങ്ങൾ വീണയുമായി വന്നു. ഒരു ഇന്നോവ കാറിൽ വന്നു. വീണയെ എവിടെ വിട്ടു? വീണ എവിടെ വിട്ടേച്ച് നിങ്ങൾ എവിടെയോ പോയി. പോകുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് വീണയെ ചോദ്യം ചെയ്യലിന് വിട്ടിട്ട് അവിടെ കാത്തു നിൽക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങളെന്തോ ഗസ്റ്റ് ഹൗസിലേക്ക് മറ്റോ പോയി എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ പണ്ട് മുൻ ടൂറിസം വകുപ്പ് മന്ത്രിയാണല്ലോ. അവിടെ പോയി നിങ്ങൾ കിടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ 10 മണിക്കൂർ ചോദ്യം ചെയ്യലിന് വിധേയമായി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി വീണ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വീണയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ആ വണ്ടിയിൽ നിങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ കൊടും ക്രൂരതയായി പോയി എന്നാണ് എനിക്ക് റിയാസിനോട് പറയാനുള്ളത്. കാരണം എന്താ, 10 മണിക്കൂർ ചോദ്യം ചെയ്യലിന് വിധേയമായിട്ട് വരികയാണ് ഭാര്യ. പതിറ്റാണ്ടുകളോളം പഞ്ചനക്ഷത്ര സൗകര്യത്തിൽ ജീവിച്ച ഒരു വനിത പെട്ടെന്ന് അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ 10 മണിക്കൂർ ചോദ്യം ചെയ്യലിന് വിധേയമായി ഇറങ്ങി വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ ഭർത്താവായിട്ടുള്ള നിങ്ങൾ ചെല്ലേണ്ടതായിരുന്നില്ലേ മുഹമ്മദ് റിയാസ്? ചെല്ലേണ്ടതായിരുന്നില്ലേ? നിങ്ങൾ ചെന്നോ? നിങ്ങൾ ചെന്നില്ല എന്നത് ഏറ്റവും അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഏതൊരു ഭർത്താവും ഭാര്യ ഇത്രയും വലിയ പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുമ്പോൾ അവർ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ ചെല്ലുക എന്നുള്ളൊരു സാമാന്യ മര്യാദയല്ലേ മിസ്റ്റർ റിയാസ്? അതുപോലും നിർവഹിക്കാത്ത നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് എന്നാണ് എൻ്റെ ചോദ്യം. ഇതൊരു മാനുഷിക പരിഗണനയാണ് ഞാൻ ഈ പറയുന്നത്. വീണ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ആളാണ് ഞാൻ. വീണ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കുറ്റം ചെയ്തിട്ടുള്ള വീണ തടവറയിൽ പോയാലും അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വീണയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പൊതുമണ്ഡലത്തോട് സംസാരിച്ചിട്ടുള്ള ആൾ ഞാൻ തന്നെയാണ്. പക്ഷേ ഞാൻ പറയുകയാണ്, നിങ്ങളൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, നിങ്ങളൊരു ഭർത്താവ് എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നിങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളൊരു ഭർത്താവ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഒരു വലിയ പരാജയമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാൻ കാരണം, നിങ്ങൾ ചോദ്യം ചെയ്യലിന് വിധേയമായിട്ടുള്ള നിങ്ങളുടെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകാൻ ആ വണ്ടിയിൽ നിങ്ങൾ വന്നില്ല എന്നറിഞ്ഞതുകൊണ്ടാണ്. അത് മറുനാടൻ ഷാജൻ്റെ വീഡിയോയിലാണ് ഞാനത് മനസ്സിലാക്കിയത്. നിങ്ങൾ അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ പോലും നിങ്ങൾ വന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ കൊണ്ട് വിട്ടിട്ട് നിങ്ങളേതോ ഗസ്റ്റ് ഹൗസിൽ പോയി ഭക്ഷണമൊക്കെ അടിച്ച് കിടന്നങ്ങ് ഉറങ്ങിയ നിങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് പോകാൻ പോലും വന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരോട് കാണിക്കുന്ന വലിയ ക്രൂരതയാണിത് എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ ഈ കാണിക്കുന്ന ഈ നിങ്ങളുടെ ഭാര്യയോട് ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ കാണിക്കുന്ന ഈ ഉത്തരവാദിത്വമില്ലായ്മ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇനിയെങ്കിലും ഭർത്താവ് എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഭാര്യ ഈ പ്രതിസന്ധി ഘട്ടം നേരിടുമ്പോൾ അവരോടൊപ്പം നിന്ന് അവർക്ക് ആത്മധൈര്യം കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം. അത് നിങ്ങൾ നിർവഹിച്ചില്ലെങ്കിൽ ചരിത്രം നിങ്ങൾക്ക് മാപ്പ് നൽകില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ എത്രയും ഈ സ്ഥാനം മുഴുവൻ നിങ്ങൾക്ക് കിട്ടാൻ കാരണം നിങ്ങൾ ഈ വനിതയെ വിവാഹം കഴിച്ചുകൊണ്ടാണ്, നിങ്ങൾ മറക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ വെറും ഒരു കീറക്കടലാസായിരുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും പ്രതിസന്ധി നേരിടുന്ന ഈ വീണ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വനിതയോട് നിങ്ങൾ മാനുഷിക പരിഗണന കാണിക്കാതിരിക്കരുത്. ഇനിയെങ്കിലും അവരോടൊപ്പം നിന്ന് അവർക്ക് ധൈര്യം കൊടുക്കണം എന്നാണ് വ്യക്തിബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കാര്യം പരിശോധിക്കുന്ന വീണയുടെ ഏറ്റവും വലിയ വിമർശകനായിട്ടുള്ള എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.